ശരിയാണല്ലോ, വന്നില്ലല്ലോ എന്ന് ഞങ്ങൾ ആലോചിച്ചു. ഈവൻ അനു ആദ്യമായിട്ട് കള്ളന്ന് നമ്മളോട് നമ്മളിങ്ങനെ ഓക്കെ, അതിനകത്തൊരു അതായത് ആ പേര് ഫ്രീ ആയിരുന്നു എന്നുള്ളത് നോട്ട് ഈസി. എല്ലാരും വിചാരിക്കില്ല അങ്ങനെ ഒരു പേര് ഫ്രീ ആണെന്നുള്ളത്. അതൊരു നല്ല ക്യാച്ചായിട്ട് തോന്നുന്നു. രണ്ട്, വലിയ അമാനുഷികതകളൊന്നും ഇല്ലാത്ത വളരെ സാധാരണപ്പെട്ട ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ചില നിർണായക സമയങ്ങളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഓഫ് കോഴ്സ് കള്ളം തന്നെ ഞാൻ പറയാൻ പറ്റുന്നത്. എപ്പോഴും ഒരു കള്ളം എങ്ങനെ പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ ആ കള്ളത്തിൽ നിന്ന് അവരെങ്ങനെ പിടിക്കപ്പെടാം എന്നൊക്കെ, അല്ലെങ്കിൽ പിടിക്കപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അവർക്ക് മറച്ചു വെക്കേണ്ട ചില കാര്യങ്ങൾ അവർ ഒരു കള്ളത്താൽ മൂടപ്പെട്ടാലൊക്കെ ഉണ്ടാകുന്ന വളരെ സാധാരണ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ സിനിമയുടെ ഒരു മൂവ്മെൻറ്റ് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഓഫ് കോഴ്സ് ഒരു പോയിന്റിൽ എന്തായാലും അഴിയപ്പെടും. അങ്ങനെ അഴിക്കുന്ന ഒരു രസമുള്ള ട്വിസ്റ്റൊക്കെയുള്ള ഒരു ട്രാക്ക് സംഭവമാണ് യെസ് കള്ളം.